ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അതുമല്ല, നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഒരു ഔട്ടിങ് കൂടെയാണ്. നമ്മുടെ ലാസ്റ്റത്തെ ഔട്ടിങ്ങാണ്, നമ്മളെല്ലാവരും കൂടെ പോകണം. ഇതാണ് എൻ്റെ റൂം. ഇവിടെ കിടക്കുന്നത് ഞാൻ, ഭാഗ്യം, നന്ദനയാണ്. സെക്കൻഡ് സെമ്മോട്ട് നമ്മൾ മൂന്ന് ഒരുമിച്ചാണ്, സെയിം റൂമിലാണ്. അതുകൊണ്ട് ഇത്തിരി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് കേട്ടോ ഈ റൂമിലോട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂസാണ് കാണുന്നത്, കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മൾ കാണാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് ഔട്ടിങ്ങിൽ പോകുന്നതുകൊണ്ടാണ് രാവിലെ എണീറ്റത്. ഈ വ്യൂ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയത് തന്നെയാണ്. ഇതാണ് സ്റ്റഡി ഹാള്. നമ്മൾ സാധാരണ ഇവിടുന്ന് പഠിക്കാറില്ല, നമ്മൾ റൂമിലൊക്കെ ആയിരുന്നു പഠിക്കാറ്. പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു സാറ് വീഴ്ചയൊക്ക? പാവം സാറ്. നമ്മൾ കോളേജിൽ നിന്ന് വരുമായിരുന്നു, അവള് ഫ്രണ്ടിൽ പോയിരുന്നു. പക്ഷെ തറയിൽ വീണ് പാൻറ്റ് മൊത്തം ചെളിയായി. പിന്നെ ഭാഗ്യത്തിന് അടുത്തുള്ള ഒരു ഹെട്ടിൽ കയറി വെള്ളമൊക്കെ ഇട്ട് കഴുകി സെറ്റായി. കൈ കുറച്ച് മുറിഞ്ഞ് പാവം കൊച്ചി. ഇതിനകത്ത് തിരക്കുള്ളതാണോ? ഇല്ല, ഞാൻ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത്. വിവരിക്കുകയാണ് ഗൈസ്. എക്സ്പീരിയൻസ് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. കൊച്ചു വീണ് എന്നിട്ട് അവരെന്നെ നോയിക്കൂടെ, കൊച്ചു വീണ് ഞാണെങ്കിൽ തെന്നിനൊന്നും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എണീറ്റ് വന്നു. എണീറ്റ് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെളിയാണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇവളെ രക്ഷിക്കാൻ പോയതാണ്. എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത്? വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മളിവിടെ രണ്ടെണ്ണം ഇല്ല, രണ്ടെണ്ണം വീട്ടിൽ പോയി. സൈറ ഉണങ്ങാൻ വേണ്ടിട്ട് വെയിലെത്തിക്കുന്നു. പാവ കൊച്ചി. ഇല്ലടി, എടുത്തില്ല, ഞാൻ മറന്ന്. റെസ്ക്യൂലായിപ്പോയി. ഞാൻ പേടിച്ചു പോയി, അവിടെ എടുക്കാനും പറ്റിയില്ല. നമ്മളോട് വന്നിരുന്നെങ്കിൽ ലൈവ് വീഴ്ച കാണിക്കായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഭാഗ്യക്കും ബിൻറ്റേക്കും വളരെ അധികം നന്ദി. എൻ്റെ പാൻറ് മൊത്തം ചെളിയായിരുന്നു, അവരെന്നെ രക്ഷപ്പെടുത്തി. വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഇന്ന് അപ്പൊ സൈറയുടെ വാക്ക് നമുക്കൊരു മന്തിയും കൂടെ. അത് വേണ്ട, അടുത്തിരുന്നൊരു കൊച്ചിന് ചായ തെറിച്ച് ഗോപിക്കയുടെ ഉടുപ്പ് മൊത്തമായി ചായക്കാർ. ഐസ്ക്രീം കുടിക്കൂല, നിനക്ക് വയ്യടി. ഹോസ്റ്റലിൽ നല്ല വെപ്രാടപ്പെട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ട്രെയിൻ വരാൻ നല്ല താമസിച്ച്. നമ്മൾ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ ട്രെയിൻ എത്തി, ട്രെയിനിൽ കയറി. എവിടെയെങ്കിലും ഇരുന്നാൽ മതി, പക്ഷെ നമുക്ക് ആർക്കും എവിടെ ഇരിക്കണമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ സ്ലീപ്പറിലാണ് കയറി ഇരുന്നത്. നമ്മൾ സ്ലീപ്പറല്ല ബുക്ക് ചെയ്തത്. ആരെങ്കിലും ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ഇരുന്നത് തന്നെ. പറ, ഇത്തിരി ഇൻഷാത്ത് പറത്. ഓക്കെ, ഇവിടെ പാട്ട് കിടക്കുന്ന ഓ മനസ്സിൽ പാടും. സ്നാപ്പയക്കുന്ന ഇതുവരെ മാറിയില്ല. സ്നാപ്പ് കാല് വയ്യനക്ക്. ഇപ്പൊ ഇവിടെ ഇറക്കി വിടും, സ്ലീപ്പറിലാണ് ഇരിക്കുന്നത്. അന്ന് ദിവസം നമ്മളിതുപോലെ സ്ലീപ്പർ ഇറങ്ങി പോയില്ലായിരുന്നു നമ്മളന്ന്. എവിടെ പോയപ്പോഴായിരുന്നു? കോഴിക്കോട് പോയപ്പോഴാണ് അന്നു നമ്മളെ ഇറക്കി വിട്ട് മീൻസ് അവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയി. എന്നിട്ട് ലോക്കലിൽ കയറി. അതുപോലെ ഇന്ന് നമുക്ക് ഇതാണക്ക് പോവാമേ. അന്ന് പോയ കണക്ക് അന്ന് ഇതുപോലെ നമ്മൾ സ്ലീപ്പർ കയറിയിട്ട് നമുക്ക് പറയാം, ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. സോറി. എത്ര അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് ഇല്ലീഗലാണ് കേട്ടാ. എന്തോന്ന് കാണിക്കണോ?
പണ്ടാ പനി നമ്മളൊരു വീട്ടിലായിരിക്കുന്നു. പേടിക്കേണ്ട ഗോപിക്ക്. എന്തോന്ന് സ്ട്രോങ് ഗേൾസാ. നമ്മളെ മെയിൻ എയിമെന്ന് പറഞ്ഞാൽ സിനിമ കാണൽ, ഫുഡ് അടിയാണ് മസ്റ്റ്. ഭാഗ്യം വഴി പറ. സ്ഥിരം വരണം. എങ്ങോട്ട്? ആ പറയാ. മണ്ണ് കെട്ടിയില്ലേ ഗായത്രി? മറന്നുപോയി. എന്തിനാലോചിച്ച് രാവിലെ ഇറങ്ങുന്ന? എന്ത് ആലോചിച്ച് രാവിലെ ഇറങ്ങുന്ന? അയ്യേ നാടോ നാണിക്കുന്നടി ഇവള്. അതപ്പോ എങ്ങനെയുണ്ട്? ഹൗസ് കള്ള കുഴപ്പമില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കി. കുഴപ്പമില്ല. നല്ല രക്തമൊക്കെ വന്നായിരുന്നു. ഓ രക്തമൊക്കെ ഉണ്ടായിരുന്നു. കഴുകി കളഞ്ഞ്. ചുമപ്പ്, ചായക്കറ, ചെളി. എന്നത്തേക്കാൾ നേരത്തെയാണ് ഇന്ന് എണീറ്റതും. പക്ഷേ ഫുഡ് അടിക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏതും കഴിക്കാൻ പറ്റിയില്ല. ഞാനും സാറ് മാത്രമേ ഉള്ളൂ കഴിക്കാതുള്ളത്. ബാക്കി അവളന്മാരെല്ലാവരും കഴിച്ച് തമ്പാനൂർ ഇറങ്ങി നമ്മൾ ഫുഡ് അടിച്ച് പിന്നെ നേരെ നമ്മൾ ഓട്ടോ വിളിച്ച് വേറെ ഒന്നുമല്ല, ഏരിയ എക്സ്പ്രസ്സിലാണ് നമ്മൾ സിനിമ കാണാൻ പോണത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ കാഠിന്യമായ വെയിൽ കാരണം നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് പിന്നെ നേരെ ഏരിയ എക്സ്പ്രസ്സിലെത്തി. 10:45 നമ്മൾ തിയേറ്ററിൽ എത്തി. 11 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അങ്ങനെ 11:15 ആയപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. 11:30 ആയി ഷോ തുടങ്ങാനായിട്ട്. നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തു. പുകവലി ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800. ഇൻ്റർവെല്ലായപ്പോൾ പിന്നെ പോപ്കോൺ മേടിക്കാൻ ഇറങ്ങി. സിനിമ കാണാൻ പോയാൽ പോപ്കോൺ മസ്റ്റാണല്ലോ. പിന്നെ സാറയുടെ ഇക്കാടെത്താടെ കൊച്ചിനെ കിട്ടി. സാറിനെ കണ്ട പിന്നെ സാറയുടെ കൂടെ വന്നു. എങ്ങനെയുണ്ടായിരുന്നു? തുടക്കം തൊട്ട് അവസാനം വരെ മൊത്തവും ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല സാറിൻ്റെ അടുത്തുണ്ടെന്ന്. അങ്ങനെ നമ്മളെല്ലാവരെയും കൂടെ സംസമിൽ ഡ്രോപ്പ് ചെയ്ത് തന്നവർ. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടമല്ല. നല്ല സിനിമയാണ്. എല്ലാവരും പോയി കാണണം. നല്ല സിനിമയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഇഷ്ടംപോലെ ചിരിക്കും. നല്ല ഫിലിമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു. എപ്പോഴും എവിടെയും കുളമാക്കാനായിട്ട് ഭാഗ്യം എപ്പോഴും കാണും. അതിൻ്റെ അണ്ണത്തിനെ പേടിച്ചിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനല്ല, അതിനൊരു ട്വിസ്റ്റ് ഉണ്ടോ കാണിച്ചു തരാൻ. അത് അവൾ ഇപ്പം കണ്ടുപിടിച്ചതാണ്ടി. ഗോപിക്ക് മാത്രം സാഡിന്റെ നോക്കി അവള് ഓർമ്മകളായിരുന്നു നടക്കുന്നത്. എന്തെങ്കിലും പറ. നല്ല രസമുണ്ട് കാണാൻ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയ. ഇത് നേരത്തെ പറഞ്ഞ് ഞാൻ എടുത്തില്ല. ഞാൻ സുന്ദരിയ. ആരെ കേൾപ്പിക്കാനാ പറയണേ? അല്ല, ആരെ കേൾപ്പിക്കാനാ പറയണേ? ഗായത്രിക്ക് സമയമില്ല. അവള് വന്നു തുടങ്ങിയ ഫോണിൽ തന്നെ. ഫോണ് എന്തോ ഇപ്പൊ നിങ്ങക്ക് പറയാനില്ലേ, ഞാൻ എല്ലാം മാറ്റി നല്ല കൊച്ചായിട്ടോണ്ടിരിക്കുന്നു. അതെ, അല്ലെന്നെങ്കിൽ ഇപ്പൊ ഫോൺ ഉപയോഗിച്ചാനായിരുന്നു. ബാലലക്ഷ്മി
നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലേറ്റിൽ എന്തെങ്കിലും വരയ്ക്കണമുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മിനെ കോണ്ടാക്ട് ചെയ്യാം. ഓ മനസ്സിലായി. സൈറ ലവ് എങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിപ്പോയി. ഇത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. കല്യാണ സമ്മാനം. ചൂട് ഇവിടുത്തെ മെറോട്ടയും സോസും. എനിക്ക് അൽഫാമൊന്നും നല്ല ഇഷ്ടമാണ്. ബെറോട്ട സോസ് കഴിച്ചാൽ നല്ല സോഫ്റ്റ്. ഗസ് എത്ര? 2000 അല്ല 2000 അടുത്ത 1900 ആ റേഞ്ച്. ഞാൻ പറയട്ടാ 1738 രൂപ 38 രൂപ. അയ്യോ എന്ത് വാങ്ങി കഴിക്കുന്നില്ലേ? എനിക്ക് ഇവിടെ വന്ന് കഴിച്ചോളാൻ വയ്യായിരുന്നല്ലോ ബ്രൗണി. നിങ്ങളിത് കാണുക. ഒരിക്കലും മത്ത ഒടിക്കാത്ത സേറയും മധുരം എല്ലാം ഒട്ടും ഇഷ്ടമല്ലാത്തിരുന്ന സേവയും ചെയ്യും. എന്റെ പൊന്നു സാറേ, നിനക്ക് ഒരിക്കലും മത്ത ഒടിക്കൂലേടി. ഞാൻ ഒന്നും കഴിച്ചില്ല. എന്റെ പകുതിയും കൂടെ അവളാണ് തിന്നത്. 10 അരി മധുരക്കാരി. എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്താ എണീച്ചെടുക്കാൻ പറ്റും. തീർന്നു തീർന്നല്ലോ. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരത്ത് ഭാഷ സംസാരിക്കില്ലെന്ന്. പോയിട്ട് വരാം. കോഴിക്കോട് വന്നിട്ടുണ്ട്. അല്ലല്ല, ഒരു എക്സാമിന് വന്നേ. കോഴിക്കോട് ബീച്ച്, മിഠായി തെരുവ്. നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സൂ നമ്മളെ ലിസ്റ്റിലില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഔട്ടിങ് ആയതുകൊണ്ട് സമയം ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് കയറി. എവിടെ ഇപ്പം അതിന്റെ കൂടെ പോവാം. വാ. ടിക്കറ്റ് എങ്ങോട്ടാ പോണ? ചേച്ചി കാണിച്ചു തരാൻ പൊയ്ക്കോ. ഇങ്ങോട്ട് ഫ്രണ്ട് റൈറ്റിലോട്ട് വാ. ചേച്ചി പറഞ്ഞു എന്താന്ന്? ആരാ ഭാഗ്യ നിന്റെ കാണാനില്ലെന്ന്. വിൻഷയുടെ താവളത്തിലോട്ട് പോവാൻ നമ്മള്. ഭാഗ്യയുടെ ഞാൻ പറയണില്ല. ഒറിജിനലാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന. അനങ്ങുന്നില്ല. ഗായ്സ്, ഇവിടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത ഓർമ്മയുണ്ടോ? അതെനിക്ക് അയച്ചു തരണേ. പക്ഷെ നമ്മൾ ഇത്രയും പേരല്ലായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 5 പേരേ ഉള്ളു. കുറെ അവന്മാര് ചെറുക്കന്മാരെല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 5 പേര്. സൈറ, എന്തൊരു തിന്നുന്ന? നീ എന്തെന്ന് കഴിക്കുന്നത്?
ഞാൻ ഒന്നുമല്ല കഴിക്കണ. ഇതെന്തേരിത്? എന്തോന്നാണ് അമ്മ? എന്നെ ഞാനാണത്. നോക്ക് നോക്ക് കടിച്ച് കീറും. നീ ആദ്യമായിട്ടല്ലേ സൂ ആണെന്നാ? സൂവല്ല, പിന്നെ ഞാൻ സൂ കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ സൂ ഫസ്റ്റ് ആണ് കാണുന്ന. എങ്ങനെയുണ്ട്? എല്ലാ മൃഗത്തിനെ കണ്ട? പാമ്പിനെയൊക്കെ കണ്ട? പാമ്പിനെ കണ്ട് ഗോപിക വിറച്ചു നിന്നു. ഇന്നത്തെ തീറ്റയും കൂടിയും കഴിഞ്ഞ് നമ്മൾ ഓട്ടോ കയറി, പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി. പിന്നെ അവിടെ നമുക്ക് ആദർശിനെ കിട്ടി. ആദർശ് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പോയിരുന്നു. അങ്ങനെ ആ ട്രെയിനിൽ അവൻ ഉണ്ടായിരുന്നു. അവനെ കയറി. അങ്ങനെ പാറശാലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നടക്കാനുണ്ട് നമ്മളെ കോളേജിലോട്ട്. അങ്ങനെ കോളേജ് നടക്കുന്ന വഴി ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ നിന്ന് വീണ്ടും നാരങ്ങ വെള്ളം കുടിച്ച് നേരെ കോളേജിലോട്ട് പോയി. നമ്മളങ്ങനെ രാവിലെ പോയി. ഇപ്പം എത്ര മണിയായി? 6:30 ആവാറായി ഗൈസ്. നമ്മളിപ്പോൾ ഞാൻ എത്തിയത്. തളന്നടിച്ച് വന്നു. പിന്നെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഫോൺ ഡെഡായി. അങ്ങനെ ചാർജിൽ വെച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.